ഇന്നത്തെ ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിനായിട്ട് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് കുറിവാക്യമായിട്ട് വായിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്ന വേദഭാഗം. 2 Timothy chapter 4 and verse 5. ഞാൻ ആ വാക്യം ഇവിടെ വായിക്കുന്നു. നീയോ സകലത്തിലും നിർമ്മതൻ ആയിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. വിദേശത്ത് ആസ്ബറി സെമിനാരി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ സെമിനാരിയുടെ റിവൈവൽ ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചില മാസങ്ങൾക്ക് മുമ്പ് കേട്ടു. അതുപോലെ പ്രസിദ്ധമായ ഒരു സെമിനറിയാണ് ഫുള്ളർ തിയോളജിക്കൽ സെമിനറി എന്ന് പറയുന്ന ആ വേദപഠനശാല. അവിടുത്തെ പ്രസിദ്ധനായ ഒരു അധ്യാപകൻ, റോബർട്ട് ക്ലിന്റൺ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ, 15 വർഷം നീണ്ട ഒരു റിസർച്ച് താൻ ചെയ്തു. എന്തുവാ റിസർച്ച് എന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ നിന്നും 66 പുസ്തകങ്ങളിൽ നിന്നും, ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്നും 1000 ആൾക്കാരെ താൻ തെരഞ്ഞെടുത്തു. ചിലരുടെ കാര്യങ്ങൾ അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട്, ചിലരുടെ കാര്യങ്ങൾ 5 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ, ചിലരുടെ കാര്യം 1 വാക്യം മാത്രമേ ഉള്ളൂ. 1000 പേരുടെ ഒരു സ്റ്റഡി. ഈ 1000 പേരും ഒന്നല്ലെങ്കിൽ വേറൊരു സമയത്ത് ദൈവത്താൽ പ്രയോജനപ്പെട്ടവരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളി എന്ന് പറയുന്ന ആ അനുഭവം ഉള്ളവരുമാണ്. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ പ്രമേയമെന്ന് പറയുന്നത് ഈ 1000 പേരുടെ ജീവിതത്തിലൂടെ, തനിക്കുള്ള മെറ്റീരിയൽ വെച്ച് ജീവിതത്തിലൂടെ ഒന്ന് ഓടിച്ചു നോക്കി എങ്ങനെയാണ് ഇവര് പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് തനിക്ക് പഠന വിഷയമാക്കി മാറ്റിയത്. 3-4 വർഷമല്ല, 15 വർഷമെടുത്ത് 1000 പേരുടെ ചരിത്രങ്ങൾ ദൈവം അവരെ ഉപയോഗിച്ചത്, അവരുടെ ജീവിതം, പേഴ്സണൽ ലൈഫ്, മിനിസ്റ്റീരിയൽ ലൈഫ് എങ്ങനെയാണ് അവർ ഫിനിഷ് ചെയ്തത് എന്ന് പഠിച്ചു. അതിൻ്റെ അവസാനം തൻ്റെ റിസർച്ച് സ്റ്റഡി ഭയങ്കരമായ ചിന്തിപ്പിക്കുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് താൻ പബ്ലിഷ് ചെയ്തത്. ഇങ്ങനെയാ താൻ പറഞ്ഞത്, only 30% finished well. 1000 പേരിൽ 30% ആൾക്കാർ മാത്രമേ നല്ലതായി പൂർത്തീകരിച്ചുള്ളൂ അവരുടെ ജീവിതം, പേഴ്സണൽ ലൈഫിലും മിനിസ്റ്റീരിയൽ ലൈഫിലും. എന്ന് പറഞ്ഞാൽ മറുവശം 70% ആൾക്കാർ, 100-ൽ 70 പേര് അവരുടെ ജീവിതം വളരെ ശക്തമായി തുടങ്ങി, സാക്ഷ്യം പറഞ്ഞു കാണും, ആരാധിച്ചു കാണും, പ്രസംഗിച്ചു കാണും, കോട്ടേജ് മീറ്റിങ്ങുകൾ നടത്തി കാണും. പക്ഷേ അവരുടെ എൻഡ് എന്ന് പറയുന്നത്, അവർ പൂർത്തീകരിച്ചത്, നമ്മൾ ഓട്ട മത്സരത്തിൽ കാണുന്നത് പോലെ ആ ലാസ്റ്റ് ലാപ്പിൽ അവർ ഫിനിഷ് ചെയ്തത് ജയാളികളായിട്ടല്ല. അവരുടെ ചരിത്രം പറയാനോ ചിന്തിക്കാനോ താല്പര്യമില്ലാതെ, ഒരു സമയത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തി, ഒരു സമയത്ത് ആത്മീകമായി നല്ല പ്രയോജനപ്പെട്ട ഒരു വിശ്വാസി, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അവസാനമായപ്പോഴേന് ഇങ്ങനെയാണ് 70% തീർത്തത് എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം ഈ സഭാരാധനയിൽ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഞാൻ അവിടെ ഇരുന്നപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചിലരെ വചനത്തിലൂടെ ഇന്ന് പ്രഭാതത്തിൽ ഉണർത്തുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഈ വചനങ്ങൾ, അതെന്നോട് ദൈവം സംസാരിക്കാൻ പോകുക എന്നുള്ള പ്രതീക്ഷയോടെയും ചിന്തയോടെയും നമുക്കിവിടെ ആയിരിക്കാം. ഈ 2 തിമോത്തിയോസിന്റെ ലേഖനം എഴുതുന്നത് വലിയൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. 2 തിമോത്തിയോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പൗലോസിന്റെ ഒരു പേഴ്സണൽ ലെറ്റർ ആണ്. പൗലോസിന്റെ ലേഖനം അടുക്കിയിരിക്കുന്നത് സഭയോടുള്ള ലേഖനങ്ങൾ ആദ്യവും അവസാനം പേഴ്സണൽ ലെറ്റേഴ്സുമായിട്ടാണ് ഇത് അടുക്കി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ സാധാരണ ലേ പീപ്പിളിന്, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ കിട്ടാത്തവർക്ക് റോമാലേഖനമാണ് ആദ്യം എഴുതിയതെന്നും
ഫിലേമോനാണ് അവസാനം എഴുതിയതെന്നും ചിന്തിക്കുന്നവർ കണ്ടേക്കാം. അങ്ങനെയല്ല അതിൻ്റെ അടുക്ക്. ഫിലേമോൻ അവസാനം വന്നിരിക്കുന്നത് ഏറ്റവും ഷോർട്ട് ലെറ്റർ ആയതുകൊണ്ടാണ്. റോമാലേഖനം ആദ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലോങ് എഴുത്തായതുകൊണ്ടാണ്. ലെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 തിമോത്തിയോസ് എന്ന് പറയുന്ന ലേഖനം ഈ വലിയ അപ്പോസ്തലന്റെ ദൈവത്താൽ ഏറ്റവും ശക്തമായി ഉപയോഗിക്കപ്പെട്ട യേശു കർത്താവിന്റെ മിനിസ്ട്രി കഴിഞ്ഞാൽ ഒരു വോട്ട് നമ്മൾ ഇടുകയാണ്. ഹു വാസ് ദ പേഴ്സൺ ഹു വാസ് യൂസ്ഡ് മൈറ്റിലി? കുറെ പേരുകൾ കൊടുത്താൽ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് അപ്പോസ്റ്റൽ പോൾ. സഭകൾ സ്ഥാപിക്കുന്നതിലൂടെയും എഴുത്തുകൾ എഴുതുന്നതിലൂടെയും തൻ്റെ കർമ്മപദങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായ പോരാട്ടം കഴിച്ച അപ്പോസ്തലൻ. അവസാന വാക്കുകളാണ് ഈ വായിക്കുന്ന തിമോത്തിയോസ് 4-ാമത്തെ അധ്യായത്തിൽ അവസാനമായി നമ്മൾ കാണുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ആ സാരാംശം പുറത്തു വരുന്നത് പോലെയുള്ള വാക്കുകളാണ്. എന്നെ ചിന്തിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരു വാണിംഗ് ആണല്ലോ താൻ കൊടുത്തത് എന്നാണ് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. ജീവിതത്തിന്റെ അവസാനം താൻ ഏറ്റവും സ്നേഹിച്ച, നിജപുത്രൻ എന്ന് വിളിച്ച, പ്രിയപുത്രൻ എന്ന് വിളിച്ച, 10 വർഷങ്ങൾ കൂടെ കൊണ്ടു നടന്ന് ശുശ്രൂഷ പഠിപ്പിച്ച നല്ല പൈതൃകമുള്ള തിമോത്തിയോസിനോട് ലാസ്റ്റ് വേർഡ്സ് എന്ന് പറയുന്നത്, തിമോത്തിയോസേ, കർത്താവ് നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്റെ മെന്ററായ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സഭകളിലൊക്കെ അതിനെ ഗ്രേറ്റർ ഹൈറ്റ്സിൽ നീ കൊണ്ടുപോകണം. ഇതൊന്നും അല്ല പറയുന്നത്. ഞാൻ എവിടെ അവസാനിപ്പിക്കുന്നോ അവിടെ നിന്ന് നീ ശക്തമായി മുമ്പോട്ട് പോകണം എന്നുള്ളൊരു പ്രചോദനമൊന്നുമല്ല കൊടുക്കുന്നത്. നമ്മളാണെങ്കിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കും ലാസ്റ്റ് വേർഡ്സായി എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോട്ടിവേഷനും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഭയപ്പെടുത്തുന്ന, തിമോത്തിയോസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, ഒരു വലിയ മനുഷ്യന്റെ മരണത്തിന് തൊട്ടു മുമ്പ് താൻ ഏറ്റവും സ്നേഹിച്ച് ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയോട് പറയുന്ന അവസാന വാക്കുകളിൽ ആ 5-ാമത്തെ വാക്യത്തിന്റെ അവസാന പദപ്രയോഗങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. എന്താ ആ വാക്കിന്റെ അർത്ഥമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതിന്റെ മൂലപദവും ഒക്കെ വെച്ചൊന്ന് പരിശോധിച്ചു. കാരണം ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഫുൾഫിൽ യുവർ മിനിസ്ട്രി എന്നാണ്. ഇവിടെ പറയുന്നത് നിറപടിയായി നിവർത്തിക്കുക. എന്താ അതിൻ്റെ അസലായ ഒരു പരിഭാഷ? ഇംഗ്ലീഷിലെ 1-2 പദങ്ങൾ, പരിഭാഷകൾ ഞാൻ വായിക്കാം. മെസ്സേജ് ബൈബിൾ എന്ന് പറയുന്ന ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഡു എ thorough ജോബ്. നീ നല്ല ഒരു സേവനം കാഴ്ചവെക്കണം. നിറപടിയായി നിവർത്തിക്കുക എന്നുള്ളതിന് thorough job. കുറച്ചുകൂടെ എന്നെ ഈ മൂലപദവുമായിട്ട് ബന്ധമുള്ളതും ചിന്തിപ്പിച്ചതും ആംപ്ലിഫൈഡ് ബൈബിളിലെ ഒരു ട്രാൻസ്ലേഷൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഫുൾഫിൽ യുവർ മിനിസ്ട്രി. അതിൻ്റെ യഥാർത്ഥ പരിഭാഷ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചാൽ ആ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്, കംപ്ലീറ്റ് യുവർ മിനിസ്ട്രി. നീ ഓടി തികയ്ക്കണം. ഇത് ശുശ്രൂഷകർക്ക് മാത്രമുള്ളതല്ല ഈ വാക്യഭാഗം. വിശ്വാസി സമൂഹങ്ങളും നമ്മളെ ഓരോരുത്തരും ഇന്നത്തെ ദിവസം കേൾക്കേണ്ട ഒരു കാര്യം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്നാനജനത്തിൽ നിന്ന് നമ്മൾ വെളിയിൽ വന്ന് ആ ദിവസം മുതൽ ഒരു ദൗത്യം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ദൗത്യം, സുവിശേഷീകരണത്തിന്റെ ദൗത്യം, പ്രാർത്ഥനയിൽ പോരാടാനുള്ള ദൗത്യം, മറ്റുള്ളവരെ പണിയുവാനുള്ള ദൗത്യം, സ്വന്തം കുഞ്ഞുങ്ങളെ നേടാനുള്ള ദൗത്യം, ഒരു മിഷൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പൊത്തൊരുത്തമായി ഒരു സൈഡിലൂടെ ജീവിച്ചു പോയി മരണ ദിവസം ഹല്ലേലൂയ പാടി തീർന്നു, അങ്ങനെ ഒരു ലൈഫ് അല്ല ഇത്. ഈ ലൈഫ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കി, ചിലപ്പോൾ അതൊരു ഫോൺ കോൾ ചെയ്യാനായിരിക്കാം, ആത്മപ്രേരണയോടെ വിശ്വാസി തിരിച്ചറിഞ്ഞിട്ട് എന്തോ മനസ്സിലൊരു ചിന്തയുണ്ടല്ലോ, ഇന്ന അദ്ദേഹത്തെ ഒന്ന് വിളിക്കണമെന്ന്, ആ ഫോൺ കോളിലൂടെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടത്തക്കവണ്ണം ചിലപ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നതായിരിക്കാം. കേൾക്കുന്ന ആർക്കോ വേണ്ടിയ വരികളാണ് വിളിച്ചു പാടിക്കൊണ്ടിരുന്നത്.
വീട്ടിൽ ഉച്ച കഴിഞ്ഞ് കിടന്നുറങ്ങാവുന്ന സമയത്ത് ഉള്ളിലൊരു തള്ളൽ. പറഞ്ഞായിരുന്നല്ലോ പരസ്യോത്തിന്റെ കാര്യം, വെള്ളിയാഴ്ചയാണല്ലോ, എന്നാ അത്തറ്റം ഒന്ന് പോകാം. ഒരു ദൗത്യം നിർവഹിക്കാനാണ് ദൈവം നമ്മളെ എല്ലാവരെയും വിളിച്ച് വേർതിരിച്ചത്. ഞായറാഴ്ച ദിവസം മാത്രം വന്ന് കസേരയിലിരുന്ന് കൈയടിച്ചു പോകാൻ ദൈവം ഇതിനകത്ത് ഒരാളെയും കണ്ടിട്ടില്ല. എല്ലാവരെയും ദൈവം കണ്ടത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തിങ്കൾ മുതൽ ശനി വരെ ആക്റ്റീവായ ഒരു ശുശ്രൂഷ ചെയ്യാനാണ് എല്ലാ വിശ്വാസികളെയും ദൈവം കണ്ടത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചത്തെ വിട് നമ്മുടെ ജീവിതം പുറമോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഈ ദൗത്യത്തെ പറ്റി നമുക്ക് ബോധ്യമുണ്ടോ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഡു വി ഹാവ് എൻ ഐഡിയ? ശരിയാ, കഴിഞ്ഞ ആഴ്ച ഞാനത് ചെയ്തു, എന്റെ ജീവിതത്തിൽ 20 വർഷം ഞാൻ ചെയ്തു. വാതിൽ കാവൽക്കാരാ, രാത്രി എന്തായി എന്ന ചോദ്യത്തിന് അതെ, ഞാൻ ഇടിവിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാ അടുത്ത ആഴ്ച എനിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനൊരു ബോധ്യം നമ്മൾക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തിമോത്തിയോസിന് ഇങ്ങനൊരു ഉപദേശത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അതിശക്തമായി ഉപയോഗിക്കപ്പെട്ട തിമോത്തിയോസ് പൗലോസിന്റെ പകരക്കാരനായി എഫെസസിലും കൊരിന്തിലുമൊക്കെ അയക്കപ്പെട്ട വലിയ പ്രസംഗകനായ പാസ്റ്ററായ തിമോത്തിയോസിനോട് അവസാന വാക്കായി പൗലോസ് പറയുന്നത്, തിമോത്തിയോസേ, എന്റെ കൂടെ നടന്നത് കൊണ്ട് നീ ശുശ്രൂഷ നിവർത്തിക്കത്തില്ല. സഭ മുമ്പിൽ ഉള്ളത് കൊണ്ട് നീ ശുശ്രൂഷ നിവർത്തിക്കത്തില്ല. പരിശുദ്ധാത്മ നിറവോടെ വിനയത്തോടെ ദർശനത്തോടെ നിലനിൽക്കുന്നു എങ്കിലേ നിനക്ക് നിന്റെ ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ കഴിയുകയുള്ളൂ എന്നാ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. അപ്പൊ എവിടെ സ്നാനപ്പെട്ടു, എത്ര ബൈബിൾ അറിയാം എന്നുള്ളതൊന്നുമല്ല ഇന്നത്തെ ചോദ്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാട്ടിലും പൈതൃകവും ആ എക്സ്പീരിയൻസുമുള്ള ആളാണ് തിമോത്തിയോസ്. തിമോത്തിയോസിനോട് ഭയപ്പെടുത്തുന്ന വാക്ക, യു മസ്റ്റ് കംപ്ലീറ്റ് യുവർ മിനിസ്ട്രി, യു മസ്റ്റ് ഫുൾഫിൽ യുവർ മിനിസ്ട്രി. നിന്നെ ദൈവം ഏൽപ്പിച്ചത് നീ പൂർത്തീകരിക്കണം എന്നാ പൗലോസ് പറയുന്നത്. ഈ വാക്ക് തന്നെയാണ് കൊലോസ്യ ലേഖനം 4:17 കാണുന്നത്. ഞാൻ ഓർക്കുക, അപ്പൊ പൗലോസ് എന്ന വ്യക്തിക്ക് ഇത് യാദൃശിക പറഞ്ഞൊരു വാക്കല്ല. കൊലോസ്യ ലേഖനം 4:17 വാക്യത്തിൽ അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച, അടുത്ത വാക്കെന്താ? കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ, അടുത്ത വാക്ക്, നിവർത്തിപ്പാൻ നോക്കണമെന്ന് പറവീൻ. ആ അർഹിപ്പോസിനോട് പറയേണ്ടത്, യാ യു ആർ ഡൂയിങ് ഗുഡ്, യു ആർ ഡൂയിങ് ഗ്രേറ്റ് എന്നല്ല. ദൈവം നിന്നെ ഏൽപ്പിച്ച മിനിസ്ട്രി അത് നിവർത്തിപ്പാൻ അവനോട് പറയണമെന്നുള്ള ആ ഭാരം. നിങ്ങളിൽ എത്ര പേർക്ക് ഈ വചനം കേൾക്കുമ്പോൾ ഉള്ളിനകത്തൊരു ഭാരം വരുന്നു എന്നെനിക്കറിയില്ല. ഇത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഭാരം ഇതാ, ഇതുവരെ ഞാൻ ചെയ്തത് അല്ല, മുമ്പിലോട്ട് നോക്കുമ്പോൾ എനിക്ക് പൂർത്തീകരിപ്പാൻ കഴിയണമേ എന്നൊരു വലിയ ചിന്ത, വിങ്ങൽ, ഭാരമാണ് ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. ഇതിനെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോ ഒരു നല്ല ഗാനത്തിൻ്റെ വരി എൻ്റെ മുമ്പിൽ വന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ വാക്കുകളൊക്കെ ചിന്തിച്ചപ്പോ ആ പാട്ടിൻ്റെ വരി ഇങ്ങനെയാ: തിരുഹിതമിഹേ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. അടുത്ത വാക്ക് എന്തുവാ? എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാൻ. ഇത് എത്ര വർഷം എടുത്തെഴുതിയ പാട്ടാന്നറിയോ? ചുമ്മാ അങ്ങോട്ട് പോയപ്പോ എവിടെയെല്ലാം കേട്ട ട്യൂൺ വെച്ച് എഴുതിയ പാട്ടല്ല ഇത്. 2 വർഷത്തോളം എടുത്തെഴുതി പാസ്റ്റർ KC വർഗീസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ 1972 പബ്ലിഷ് ചെയ്ത ഒരു ഗാനത്തിന്റെ വരിയാണ്: തിരുഹിതം ഇഹേ തികച്ചിടുവാൻ ഇതാ ഞാൻ ഇപ്പോൾ വന്നിടുന്നേ, എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാൻ.
അപ്പോഴാണ് ഈ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലും ഞാനൊരു വീഡിയോ കണ്ടു. ഈ കാലഘട്ടത്തിൽ പാടേണ്ടത് ഇങ്ങനെയുള്ള പാട്ടുകളല്ല എന്ന്. അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്നവണ്ണം, അതൊക്കെ എടുത്ത് കളയാനാ പറയുന്നത് ഇങ്ങനെയാണ്: പഴയ ഫോൺ ആരെങ്കിലും ഉപയോഗിക്കുമോ? പഴയ ഫോൺ ആരും ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് ഈ പഴയ പാട്ട് വേണ്ട എന്നാ പറയുന്നത്. ഞാൻ ചിന്തിച്ചു, അതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിച്ചു പോയി. എൻ്റെ കൊച്ചുനാളിൽ അയിരൂർ ചർച്ചിൽ സ്ഥിരമായി പാടുന്ന ഒരു ഗാനത്തിന്റെ വരിയാണിത്. ആ അന്ന് കിട്ടിയ അടിസ്ഥാനവും പാട്ടെന്ന് പറയുന്നത് ഭക്തന്മാരുടെ വേദശാസ്ത്രത്തിൻ്റെയും ജീവിത അനുഭവങ്ങളുടെയും ക്രിസ്തു ദർശനത്തിൻ്റെയും എല്ലാം കൂടെ പ്രതിഫലനമാ ഈ വരികളിൽ വരുന്നത്. എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ഓർക്കുന്നു, +1 +2 പഠിക്കുമ്പോഴാണ് വലിയ എസ്കോട്ടൽ ഫോൺ, പിന്നീട് നോക്കിയ ഫോൺ, പിന്നീട് സാംസങ് വരുന്നു. പിന്നീട് ഇപ്പോൾ എല്ലാവർക്കും ഇനി സാംസങ് വായിച്ചാലും പുറകിൽ ഒട്ടിച്ചു വെക്കും ഒരു ആപ്പിൾ, പകുതി മുറിഞ്ഞൊരു ആപ്പിൾ. ഓട്ടോയിലും കാണാം, ബസ്സിലും കാണാം, എല്ലാം ആപ്പിൾ എല്ലാവർക്കും. ഈ മൊബൈല് മാറ്റുന്നത് പോലെ, മൊബൈലോ ഐപാഡോ മാറ്റുന്നത് പോലെ മാറ്റാൻ ഒക്കുന്ന ഒരു കാര്യമല്ല ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടും സമർപ്പണ ബോധത്തോടെ എഴുതിയ ഗാനങ്ങൾ. ഇന്നും സഭയ്ക്ക് ആവശ്യമുള്ള വേദശാസ്ത്രത്തിന്റെ പ്രതിഫലനങ്ങളും സമർപ്പണത്തിലേക്ക് നയിക്കുന്ന വരികളുമല്ലേ ഇത്? ഇന്നത്തെ പുതിയ പാട്ടുകളിലും ഇങ്ങനെയുള്ള സമർപ്പണത്തിന്റെ വരികൾ ഉണ്ട്. അത് പാടി നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കാൻ ശ്രമിക്കുന്നവരാ. പുതിയതോ പഴയതോ എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. മൊബൈൽ മാറ്റുന്നത് പോലെ മാറ്റേണ്ട ഒന്നല്ല വരി, അത് വേദശാസ്ത്രത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ചിന്തിച്ചിരിക്കുന്നത് ഈ വരികൾ പോലൊരു വരികൾ എഴുതിയപ്പോൾ എല്ലാവരും കരഞ്ഞോണ്ട് പാടി. ഇന്ന് നമുക്ക് നൃത്തം ചെയ്യണം. അതിന്റെ പ്രശ്നം ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും ദൈവം എന്തിലേക്കാണ് എന്നെ വിളിച്ചതെന്നുള്ളതിൻ്റെയും ബോധ്യം മായുന്നത് കൊണ്ടാണ്. അന്ന് കരഞ്ഞവരുണ്ട്, ഇന്നും കരയുന്നവർ ആവശ്യമാ. അന്ന് ആത്മാവിൽ നൃത്തം ചെയ്തവരുണ്ട്, ഇന്നും ആത്മാവിൽ നൃത്തം ചെയ്തവർ വേണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന, ഓൺലൈനിൽ കേൾക്കുന്ന എത്ര പേര് പറയും, നിന്റെ തിരുഹിതം ഇഹേ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ, എന്റെ വേലയെ തികച്ചും കൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഞാൻ നിന്നിടുവാൻ. അതാ പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞത്, നിന്റെ വേലയെ നീ തികക്കണം. 4-ാം അധ്യായം 5 അത് പറഞ്ഞത്. 6-ാം വാക്യം മുതൽ എന്തോ എഴുതിയിരിക്കുന്നതെന്നറിയാം. 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴുക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നയാ. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. തിമോഥെയോസേ, ഞാൻ ആ ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യുക. എന്നെ പോലെ നീയും ഫിനിഷ് ചെയ്യണം. നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നിന്റെ മേലുള്ള വിളി നീ നിറപടിയായി നിവർത്തിക്കണം എന്ന അഭിഷക്തൻ പറയുന്നത്. നിങ്ങളിൽ ചിലരെ സുവിശേഷ ആത്മാവോടെ കണ്ടവർ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. പ്രാർത്ഥനയുടെ ഭാരം നിങ്ങളുടെ മേലൊരു പുതപ്പ് പോലെ വീണവർ എന്നെ കേൾക്കുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചത്, ഒരാളെ കാണുമ്പോൾ സുവിശേഷം പറയാനുള്ള ആ ആഗ്രഹം, എവിടെ വെച്ചെങ്കിലും അതിനൊരു മങ്ങൽ പറ്റിയെങ്കിൽ, അതിനൊരു തളർച്ച സംഭവിച്ചെങ്കിൽ, ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തോട് പറയണം, പൊത്തൊരുത്തമായി എനിക്ക് പോയാ പോരാ, ഗിവ് മീ അങ്ങനെ ഒരു സമയം എനിക്ക് വീണ്ടും തരണമേ. അങ്ങനൊരു സമയം മാത്രമല്ല, ആ വിളിയിൽ വളരാനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ. നേരത്തെ ചെയ്തതിനെക്കാട്ടിൽ കൂടുതൽ ചെയ്യുവാൻ, അത് പൂർത്തീകരിപ്പാൻ എന്നെ സഹായിക്കണമേ. 4-1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ 5-ാം വാക്യത്തിന്റെ ഒരു പദപ്രയോഗമാണ് നമ്മൾ വായിച്ചത്. നീ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണം. 4-1 മുതൽ 9 കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിൻ്റെ 9-ാമത്തെ കാര്യമാണ്
ഈ നിറപടിയായി നിവർത്തിക്കുക എന്നുള്ളത്. 2-ാം വാക്യം മുതലാണ് തൻ്റെ ഉപദേശം, ഇംപെരറ്റീവ്സ്, തൻ്റെ കൽപ്പനകൾ തിമോഥെയോസിന്റെ ബന്ധത്തിൽ തുടങ്ങുന്നത്. അത് വേഗത്തിൽ നമുക്ക് ചിന്തിക്കണം. എന്നാൽ 4-ന്റെ 1-ാമത്തെ വാക്യം ആദ്യം ചിന്തിച്ചിട്ട് 2-ാം വാക്യം മുതൽ വേഗത്തിൽ നോക്കാം. സമയം അതിവേഗം പോകുന്നു, കർത്തൃമേശയും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ വേഗത്തിൽ ഈ വാക്യങ്ങൾ ഒന്ന് ചിന്തിക്കണമേ. 4-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നിറപടിയായി പൂർത്തീകരിക്കണമെങ്കിൽ ഒന്നാമത് നമുക്കൊരു ബോധ്യമുണ്ടാക്കണം. ഞാൻ ദൈവത്തെയും, പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചേ, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. എന്തൊരു വാക്കാണത്! അവിടെ കുറഞ്ഞത് 4 കാര്യമെങ്കിലും കാണാതെ പോകരുത്. ഒന്നാമത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും എന്നുള്ള ആ 2 പദപ്രയോഗങ്ങൾ. ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തി നിന്നെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പോരെ, പക്ഷെ ദൈവത്തെ എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുയേശുവിനെ എന്നും കൂടെ ചേർത്ത് പറയുന്നു. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഈ ഇടയലേഖനങ്ങളിൽ, പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണുന്ന 2 ഇടങ്ങളിലൂടെയുണ്ട്. അതിലൊന്ന് 1 തിമോഥെയോസ് 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യമാണ്. 1 തിമോഥെയോസ് 5:21 ഇങ്ങനെയാ പറയുന്നത്: നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട്, ഫേവറിറ്റിസം നീ കാണിക്കരുത് തിമോഥെയോസേ, പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന്. അടുത്ത വാക്ക്, ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നത്. എപ്പോഴാ പൗലോസ് പറയുന്നത് ദൈവത്തെയും ക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും എന്നൊക്കെ പറയുന്ന ആ വാക്ക് പുറത്തു വരുന്നത് ഗൗരവമായ ഒരു കാര്യം സംസാരിക്കുമ്പോഴാണ്. നമുക്കറിയാമല്ലോ, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവര് ഗൗരവത്തിലാണോ അവര് കളിതമാശയിലാണോ എന്നുള്ളത് മുഖത്തറിയാം. അതിനനുസരിച്ചല്ലേ നമ്മൾ ഓരോ വിഷയം അവതരിപ്പിക്കുന്നതും. കുഞ്ഞുങ്ങൾ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ പറയത്തില്ലേ, ഇന്ന് പപ്പായോട് അത് ചോദിക്കാതിരിക്കുക നല്ലത്, പപ്പ മൂഡ് ശരിയല്ല എന്ന് പറയത്തില്ലേ. മമ്മിയോട് അതെല്ലാം സന്തോഷിക്കുമ്പോൾ മമ്മി ഞാൻ ടൂറിന് പോയിക്കോട്ടെ, നിൽക്കുന്ന സമയത്താണ് ഇത് അവതരിപ്പിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ 1 വയസ്സായതേ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ സന്തോഷിച്ചുകൊണ്ടിരുന്നാൽ അടുക്ക വന്ന് കൈയടിക്കും, എന്തേലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ മാറി നിൽക്കും, മുഖത്തറിയാം, അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് എന്ന വ്യക്തി ഒരു സൂചന നൽകുക, തിമോഥെയോസേ, ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം ശുശ്രൂഷ നീ നിറപടിയായി നിവർത്തിക്കണമെന്ന് പറയുന്ന കാര്യം ലാഘവത്തോടെ നീ എടുക്കേണ്ടതൊന്നല്ല. അത് ദൈവത്തെയും യേശു കർത്താവിനെയും സാക്ഷി നിർത്തി ഞാൻ നിന്നോട് പ്രബോധിപ്പിക്കുന്നത് ഏറ്റവും ഗൗരവമായ, ലാഘവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത, ചെവി കൊണ്ട് കേട്ട് മറുചെവി കൊണ്ട് വിടുന്നൊരു കാര്യമായിട്ടല്ല, ഒരു ഇറ്റേണൽ ട്രൂത്തായി വിസ്മരിച്ചു കൂടാത്ത ഒരു സത്യമാ താൻ പറയുന്നത്. 1 തിമോഥെയോസ് 6:13 കാണാം ഈ 2 പദങ്ങൾ ഒരുമിച്ച് വരുന്നത്. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പൊ ഈ 2 തിമോഥെയോസ് 4:1 പറയുന്നത് ഒരിക്കലായി മാത്രം ഉപയോഗിക്കുന്ന ഒരു പരാമർശമല്ല. പക്ഷാഭേദം കാണിക്കരുത് എന്ന് പറയുന്നിടത്ത് ദൈവത്തെയും യേശുവിനെയും സാക്ഷ്യം നിർത്തി. ഇവിടെ പറയുന്ന 1 തിമോഥെയോസ് 6:13 കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതും സമ്പത്തിനെ നീ സ്നേഹിക്കരുത്, അതിന്റെ പുറകെ നീ പോകരുത്,
ദൈവത്തെയും യേശുവിനെയും സാക്ഷി നിർത്തി ഞാൻ നിന്നോട് പറയുന്നത്. അതുപോലെ ഒരു കാര്യമാണ് ഈ 2 തിമോത്തിയോസ് 4 ദൈവത്തെയും ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഈ തിമോത്തിയോസിന്റെ മനസ്സിൽ ഉണ്ടാകാവുന്ന 2 തിമോത്തിയോസിന്റെ 1, 2, 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എവിടോ ഹൃദയത്തിൽ ക്ഷീണം തട്ടി തിമോത്തിയോസിന്. കാരണം തൻ്റെ മെന്റർ, തന്നെ വളർത്തിക്കൊണ്ടുവന്ന 10 വർഷം ശുശ്രൂഷ കൂടെ ചെയ്ത പൗലോസിന്റെ നിര്യാണകാലം അടുത്തു. താൻ പ്രിസണിലായി പോയി. ഇതിനകത്തുനിന്ന് വെളിയിൽ വരാനുള്ള സാധ്യതയില്ല എന്ന് തിമോത്തിയോസിന് മനസ്സിലാക്കിയപ്പോൾ താൻ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി. ഇനി എന്തോ ശുശ്രൂഷയാ, ഇത്രയും നാളും പൗലോസ് എന്ന ആ വ്യക്തിയുടെ കീഴിൽ ഞാൻ ശുശ്രൂഷിച്ചു. പൗലോസിന്റെ കാലം കഴിയുന്നു, പൗലോസ് ഇനിയും വെളിയിൽ വരത്തില്ല. ശുശ്രൂഷ വേറൊരു ദിശയിലേക്ക് വിട്ടാലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, മോനെ, ഇത്രയും നാള് നീ എന്റെ സന്നിധിയിൽ അല്ല ശുശ്രൂഷ ചെയ്തത്. എന്നെ ദൈവം ഉപയോഗിച്ചുവെങ്കിലും ഇനിയും ഞാൻ മരണപ്പെട്ടാലും ദൈവത്തെയും യേശുവിനെയും സാക്ഷി നിർത്തി നിന്നോട് ആജ്ഞാപിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു പാസ്റ്ററുടെ മുമ്പിലല്ല, ഒരു കമ്മിറ്റിയുടെ മുമ്പിലല്ല, ഒരു ചർച്ചിന്റെ മുമ്പിലല്ല, സകലവും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ ജീവിക്കാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ചില കാര്യം എന്തായാലും ഉണ്ടാകുമ്പോ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന, ആരെല്ലാം അറിഞ്ഞോ, സഭയിലാരേലും അറിഞ്ഞോ? നമുക്ക് ഭയങ്കര സഭയിലാരും അറിയരുത്. കാരണം സഭയിലാരേലും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോ എല്ലാരും വല്ലാതെ നോക്കുവോ? ചില കാര്യം സഭയിൽ എല്ലാവരും അറിയത്തില്ലായിരിക്കാം, ചില കാര്യം സഭയിൽ അറിഞ്ഞു കാണും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് വീട്ടുകാരുടെയോ സഭക്കാരുടെയോ മാത്രം കാര്യമല്ല, ദൈവത്തിൻ്റെയും യേശുവിൻ്റെയും മുമ്പിലാണ് നമ്മുടെ ജീവിതം അളക്കപ്പെടുന്നത്. ഇവിടെ പറയുന്ന കാര്യം ഈ ഒരു ലിറ്ററലായ ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ, തിമോത്തി, ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ദേ ആർ വാച്ചിങ് യു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി വാച്ച് ചെയ്യാൻ ഞാനില്ല, ഇനി ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പൗലോസ് ഇല്ല. എന്റെ നിര്യാണകാലം അടുത്തു, ഇനി നീ ദുരുപദേശം പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ കാണത്തില്ല. സമ്പത്തിന്റെ പുറകെ പോകരുതെന്ന് പറയാൻ ഞാൻ കൂടെ കാണത്തില്ല. പക്ഷേ നിന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നിന്റെ മുമ്പിൽ മാതൃകയുള്ള യേശു, സകലവും സൃഷ്ടിച്ച ദൈവം, ഇവരെല്ലാവരുടെയും മുമ്പിലാണ് നീ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യം. യൗവനക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മളായിരിക്കുന്ന സ്കൂളിലും കോളേജിലും അവിടെ ഈ പറഞ്ഞ പോലെ CA പ്രസിഡന്റ് ഇല്ല, അവിടെ പാസ്റ്റർ ഇല്ല, അവിടെ യാതൊരാളും നമ്മളെ കാണാനില്ല. എന്നാൽ ആ കലാലയത്തിലും ദൈവത്തിൻ്റെയും യേശുവിൻ്റെയും മുമ്പിൽ നമ്മൾ നടക്കുന്നത് എന്നുള്ളൊരു ബോധ്യം, അവിടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും തമ്മിൽ ഇന്റഗ്രിറ്റി ഉണ്ടാകുന്നത്. അവിടെയാണ് ആരും അതിശയിക്കുന്നത്. അല്ലേ, വേറൊരു സമയത്ത് ഇങ്ങനെ വെള്ള ചുരിദാറോ വെള്ള ഷർട്ടോ ഇട്ട് പോകുമ്പം നമ്മുടെ തന്നെ കൂട്ടുകാർ ചോദിക്കും, നീ പെന്തിക്കോസിലായിരുന്നോ? ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു. വലിയ സർപ്രൈസ് ആയി പോവാർ. കാരണം 2 ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ നോക്കുക. അതെന്താന്ന് ചോദിച്ചാൽ മനസ്സിൽ വരുന്നത് ചർച്ചിന്റെ മുമ്പിൽ നല്ല പിള്ളയായിട്ട് ജീവിക്കണം, മറ്റേത് നമ്മുടെ ഓൺ വേയിൽ പോകുന്ന അങ്ങനെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ രഹസ്യ ജീവിതം, ഫോൺ ഉപയോഗിക്കുന്ന രീതികൾ, ആരും അറിയാത്ത ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, തിമോത്തിയോസേ, നിന്റെ ജീവിതം കാണുന്ന പൗലോസായ ഞാൻ ഇത്രയും നാളും കണ്ടു. പൗലോസിന് അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഹൃദയത്തിൽ കാണും. ഇത് കാണാൻ ഇനി ഞാൻ നിന്റെ കൂടെ ഇല്ല, എങ്കിലും ദൈവത്തിൻ്റെയും യേശുവിൻ്റെയും മുമ്പിലാണ് ഞാൻ ഇത് ആജ്ഞാപിക്കുന്നത്. എന്നിട്ട് പറഞ്ഞ 9 കാര്യങ്ങൾ ഇതങ്ങോട്ട് പറഞ്ഞ് സ്ഥാപിച്ചിട്ട് ആദ്യമായി താൻ പറയുന്ന കാര്യം 2-ാം വാക്യത്തിൽ, ആ 4-ന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത് ദൈവവും ക്രിസ്തുയേശു എന്നുള്ളത്. 2 ശ്രദ്ധിക്കേണ്ടത് ന്യായവിസ്താരം. കണ്ടോ പദം? പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്,
നിനക്ക് റിവാർഡ് തരേണ്ടത് ഞാനല്ല. ഇവിടെ ഇരിക്കുന്ന വിശ്വാസി സമൂഹമേ, നമുക്ക് പ്രതിഫലം തരേണ്ടത് ഒരു മനുഷ്യനല്ല. മനുഷ്യരുടെ അപ്രിസിയേഷനും കയ്യടിയും സാക്ഷ്യം പറച്ചിലും, അയ്യോ അച്ഛനെ പോലെ സൗറിനെ പോലെ ഒരാളാരുമില്ല, എന്തോ ഒരു സഹായകനാണ്, എന്തോ ഒരു, ഇതെല്ലാം ഇവിടെ തീരും. പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത് ജീവികൾക്കും മരിച്ചവർക്കും എന്ന് പറയുന്നത് കംപ്ലീറ്റായി എല്ലാറ്റിന്റെ മേലും അവകാശമുള്ള, ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിശ്വാസികളായ നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അവിടെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല, അവിടെ നമ്മളോട് ചേർന്ന് പറയാൻ നമ്മുടെ വൈഫില്ല, അവിടെ നമുക്ക് സാക്ഷ്യം പറയാൻ സഭാജനങ്ങൾ വരത്തില്ല. നമ്മളെ നല്ലതുപോലെ അറിയാവുന്ന ദൈവത്തിന്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവിന്റെയും യേശുവിന്റെയും ആ തൃത്വത്തിന്റെ മുമ്പിൽ സകലവും അടങ്ങിയിരിക്കുന്ന ഉള്ളിനെ വെളിയിൽ കൊണ്ടുവരുന്ന ആ ദിവസം. അതുകൊണ്ടാ 1 കൊരിന്ത്യർ 4 പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്നെ ന്യായം വിസ്താരമൊക്കെ ചെയ്താലും ഞാൻ അതിന് വലിയ വില കൽപ്പിക്കുന്നില്ല. കാരണം എൻ്റെ ഉദ്ദേശങ്ങൾ നിങ്ങൾക്കറിയില്ല. എൻ്റെ പ്രവൃത്തി മാത്രം കണ്ടോണ്ടാ നിങ്ങൾ സ്തുതി പറയുന്നത്. പ്രസംഗിക്കുന്നുണ്ട് പാസ്റ്റർ, കൊടുക്കുന്നുണ്ട് പാസ്റ്റർ, അല്ലെ വിശ്വാസി ട്രാക്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ഇവിടെ പോയി, എൻ്റെ പ്രവൃത്തി കണ്ടോണ്ടാ നിങ്ങൾ പറയുന്നത്. പക്ഷെ പ്രവൃത്തിയുടെ പിമ്പിലെ ഉദ്ദേശം കാണുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നാം എല്ലാവരും നിൽക്കേണ്ടി വരുന്നത്. എന്നിട്ട് താൻ പറയുന്നത് എന്താ? 2 വാക്കൂടെ ശ്രദ്ധിക്കണം. 4:1 അവന്റെ പ്രത്യക്ഷതയും രാജ്യവും. കണ്ടോ? അവന്റെ പ്രത്യക്ഷതയും രാജ്യവും. 2 കാര്യങ്ങൾ ഞാനിപ്പോ 4:1 പറഞ്ഞു. 1, ദൈവവും യേശുവും. ആ പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാ, ഗൗരവമുള്ളൊരു കാര്യമാണ്. 2, ന്യായവിസ്താരത്തിന്റെ കാര്യം പറയുന്നു. 3 പറയുന്നത് പ്രത്യക്ഷത. 4 പറയുന്നു രാജ്യം. എന്താ പ്രത്യക്ഷതയും രാജ്യവും? പൗലോസിന്റെ മനസ്സിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇത് തമ്മിൽ, പ്രത്യക്ഷതയും രാജ്യവും തമ്മിൽ? ഇത് മനസ്സിലാക്കണമെങ്കിൽ 4:8 18 വാക്യവും വായിച്ചാൽ മതി. 4:8 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എന്നിട്ട് പറയുക, തീമോഥെയോസേ, എനിക്ക് മാത്രമല്ല, അവന്റെ, അടുത്ത വാക്ക്, അവന്റെ പ്രത്യക്ഷതയിൽ. 4:1 പറയുക പ്രത്യക്ഷതയിൽ. ആ പ്രത്യക്ഷത എന്താ? ആ പ്രത്യക്ഷത ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ ഒന്ന്, നമ്മുടെ ആത്മമണവാളൻ വരുന്ന ദിവസം ആസന്നമായി. ഈ ദിവസങ്ങളിൽ നമ്മൾ നേരിടുന്ന ക്ലേശങ്ങൾ, ഭാരങ്ങൾ, രോഗത്തിന്റെ അവസ്ഥ അത് മാറുമോ ഇല്ലയോ? മാറിയേക്കാം. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ മേൽ തീർന്നിട്ടില്ല എങ്കിൽ ഏത് രോഗവും സൗഖ്യമാകുമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ഒരാളെ കുറിച്ചുള്ളത് നിവർത്തിയായാൽ ചിലപ്പോൾ രോഗം നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട വന്നേക്കാം. എന്നാൽ ആ നിമിഷവും ആ ദിവസങ്ങളിലും നമ്മുടെ ഉള്ളിനെ ഭരിക്കുന്ന പ്രത്യക്ഷത, പ്രത്യാശ എന്താന്ന് ചോദിച്ചാൽ, നാഥൻ വരും, കാന്തൻ വരും, കാഹളനാദം കേൾക്കാറായി. അതാ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്. റിവാർഡ് ആരെങ്കിലും തന്നാലും ഇല്ലെങ്കിലും പൗലോസ് പ്രിസണിലായി തീരാൻ പോവുക. പക്ഷെ തീമോഥെയോസേ, you have to persevere and finish your work because there is a judgment day coming. There is an appearance coming. ഇന്ന് അപ്പിയറൻസ് കാണാൻ കഴിയുന്നില്ല എങ്കിലും, ക്ലേശം മാത്രമേ കാണുന്നുള്ളെങ്കിലും, ആ യേശുവിന്റെ വരവിന്റെ പ്രത്യാശയ നമ്മളെ സ്ഥിരതയോടെ നിർത്താൻ സഹായിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കും, എന്താ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ? അത് ഒരു നാച്ചുറൽ ക്വസ്റ്റ്യൻ ആണ് ചിലർക്കെങ്കിലും.
ഒരുപക്ഷെ സഭയിൽ വന്നിട്ട് കുറെ വർഷങ്ങളായി കാണും. പക്ഷെ മാറി മാറി പ്രയാസങ്ങൾ, രോഗത്തിന്റെ അവസ്ഥകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അതങ്ങ് കീഴ്പ്പെടുത്തുന്ന പോലൊരു അവസ്ഥ വന്നാലും ഇന്നത്തെ ദിവസം കേൾക്കണം, അതിൻ്റെ എല്ലാം നടുവിൽ മനോഹരമായ ഇംഗ്ലീഷ് പാട്ടുണ്ട്. When the oceans rise and thunder storm, I will soar with you above the storm. എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരമാല വന്ന് കടലിനെ ഇളക്കി വിടുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആ ചിറകിൽ ഞാൻ സുരക്ഷിതനായിരിക്കും. അങ്ങനെയുള്ള വിശ്വാസം, അങ്ങനെയുള്ള ജീവിത അനുഭവം അതിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ 4:1 പറയുന്ന സത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഇവിടുന്ന് പോകാവുള്ളൂ. പ്രത്യക്ഷതയുടെ ദിവസം മുമ്പിൽ കാണുമ്പോൾ നമ്മൾ കഴിയാത്തത്, നമ്മുടെ ഉള്ളിൽ ശക്തിയില്ലാത്തതിനെ നേരിടാനുള്ള ഒരു സ്ട്രെങ്ത് ആ പ്രത്യക്ഷതയുടെ ദിവസം മുമ്പിൽ ഉണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ ഇന്ന് നിൽക്കാൻ സഹായിക്കും. എന്നിട്ട് പറയുന്നത് എന്തുവാ? രാജ്യം. എന്തോ ഇത് തമ്മിലുള്ള വ്യത്യാസം? പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്മിങ്. രാജ്യം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് അവിടെ പൗലോസ് പറയുന്നത്, കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് എന്ന് പറഞ്ഞാൽ ഈ റോമാക്കാരും സീസറും നീറോ കൈസറും എല്ലാം പൗലോസിനെ കൊല്ലുവാൻ വേണ്ടി വാള് രാഗി നിൽക്കുന്ന സമയത്ത് പറയുക, ഈ ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അപ്പൊ പൗലോസ് എന്താ തീമോഥെയോസിനോട് പറയുന്നത്? ഒന്ന്, ദൈവവും യേശുവും they are watching at you. രണ്ടാമത് പറയുന്നത്, തീമോഥെയോസിനെ എൻ്റെ മുമ്പിലല്ല നീ ജീവിക്കുന്നത്, ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാ ജീവിക്കുന്നത്. മൂന്നാമത് പറയുന്നത്, ഞാനിപ്പോ പോകും, ഞാൻ നിന്റെ കൂടെ കാണത്തില്ല, പക്ഷെ ഒരു പ്രത്യക്ഷതയുടെ ദിവസമുണ്ട്. നാലാമത് പറയുന്നത്, ഒരു രാജ്യം വരുന്നുണ്ട്, ആ രാജ്യത്തിന്റെ ടേസ്റ്റ് ഇന്നേ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണ അർത്ഥത്തിൽ ആ രാജ്യം എന്ന് പറഞ്ഞാൽ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു രാജ്യത്തിൽ നമ്മൾ പ്രവേശിച്ചിട്ടില്ല ഇതുവരെ. ദൈവരാജ്യത്തിലാണോ നമ്മൾ? യെസ്, നമ്മളെല്ലാം ദൈവരാജ്യത്തിലാണ്. എന്നാൽ ഒരു ഫോർ ടേസ്റ്റേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സമാധാനം നമുക്ക് കിട്ടി, ആത്മാവിലുള്ള സന്തോഷം നമുക്ക് കിട്ടി. പക്ഷേ ദേഹത്തിൽ രോഗം വരും. ദൈവരാജ്യത്തിലാണെങ്കിലും ശരീരത്തിൽ രോഗം വരും, സാമ്പത്തിക ഞെരുക്കം വന്നേക്കാം. അവിടെ പൗലോസ് പറയുന്നത്, there is a day coming when kingdom will come with full power. എല്ലാ ശക്തിയിലും അതിൻ്റെ എല്ലാ പരിമിതികളില്ലാത്ത ആ രാജ്യം, ഫുൾനെസ്, കൾമിനേഷൻ, അത് വരാൻ പോകുന്നു. എന്നിട്ട് പൗലോസ് പറയുന്ന കാര്യങ്ങളൊന്ന് വേഗത്തിൽ ശ്രദ്ധിക്കണം. 4:1 ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് 4:2 ഒന്നാമത്തെ ഒരു കൽപ്പന, വചനം പ്രസംഗിക്ക. തീമോഥെയോസിന് അറിയത്തില്ലേ വചനം പ്രസംഗിക്കാൻ? ഈ 10 വർഷം കൂടെ നടന്ന് കണ്ട് പഠിച്ചത് എന്തുവാ? വചനമല്ലേ പഠിച്ചത്. പിന്നെന്താ പറയുന്നത്? എടുത്തു പറയുന്നത് വചനം പ്രസംഗിക്ക. ഈ ഇടയലേഖനങ്ങൾ നോക്കിയാൽ വചനം എന്ന് പറയുന്നത് എന്താ പൗലോസ് ഉദ്ദേശിക്കുന്നത്? 2-ാമത്തെ വാക്യത്തിൽ കാണുന്ന എന്നോട് കേട്ടതെല്ലാം എന്നൊരു പരാമർശമുണ്ട് 2:2. അത് ഇവിടെ ഈ പറയുന്നുണ്ടല്ലോ, വചനം. എന്താ ഈ വചനം? എന്നോട് കേട്ട ടീച്ചിങ്, പൗലോസിന്റെ ടീച്ചിങ് അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അത് മാത്രമല്ല, 1 തീമോഥെയോസ് 1:10 2 തീമോഥെയോസ് 1:13 ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താ വാക്ക്? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് നോക്കിയിട്ട് ഉറക്കെ പറയാമോ? എന്താ വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ? എന്ത് പ്രസംഗിക്കുക? പത്യോപദേശം, സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ആത്മ മനുഷ്യന് ആരോഗ്യം വരുത്തുന്ന, പുറമേയുള്ള മനുഷ്യനെ ചിരിപ്പിച്ചും കളിപ്പിച്ചും ഇല്ലായിരിക്കും. ഇന്നത്തെ പല വചന ശുശ്രൂഷയും എന്റർടൈൻമെന്റ് ആണോ, മോണോമാക്ട് ആണോ, മിമിക്രി ആണോ? നമ്മൾ സംശയിച്ചു, ഇത് എവിടെ ആൾക്കാർ ഇരിക്കുന്നത്? സ്റ്റേജ് മാറ്റിക്കഴിഞ്ഞാൽ ഈ കൂട്ടച്ചിരിയും കൂട്ട ഉല്ലാസവും കാണുമ്പോൾ ഇത് എന്തുവായി കാണുന്നത്, എന്തുവായി കേൾക്കുന്നത്? എന്താ പത്യോപദേശം എന്ന് പറഞ്ഞാൽ? ചിരിക്കാൻ അവിടെ ഒരുപാട് കാണത്തില്ലായിരിക്കാം.
ഒരുപാട് മോട്ടിവേഷൻ തോന്നിയില്ലായിരിക്കാം. കേൾക്കുന്ന സമയത്ത് അയ്യോ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും തോന്നിയത്. പക്ഷേ എൻ്റെ ആത്മ മനുഷ്യനെ പണിയുന്ന, എൻ്റെ കുറവശങ്ങളെ വെളിപ്പെടുത്തുന്ന, എൻ്റെ മാലിന്യങ്ങളെ കഴുകുന്ന, നിത്യതയുടെ കാഴ്ചപ്പാട് എന്നിൽ ഉണർത്തുന്ന ആ പഥ്യവചനം, എന്നോട് കേട്ട ആ പഥ്യവചനം നീ സംസാരിക്കണം. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, ദ ഗ്ലോറിയസ് ഗോസ്പൽ അതിനകത്തുണ്ട്. 1 തിമോത്തിയോസ് 1:11 ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1 തിമോത്തി 1:11, 2 തിമോത്തി 1:11. ഈ 1:11 പറയുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയാമോ? ഈ പരിജ്ഞാനമെങ്കിൽ ഫലമേൽപ്പിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ, അടുത്ത വാക്ക്, മഹത്വമുള്ള സുവിശേഷം. 2 തിമോത്തിയോസ് 1:11 ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും. ഇതേത് സുവിശേഷമാണ്? ഇത് സൈക്കിൾ മാറ്റി കാറ് വാങ്ങിക്കുന്ന സുവിശേഷമല്ല. ഇത് റെന്റ് വീട് മാറ്റി സ്വന്തം വീട് വാങ്ങിക്കുന്ന സുവിശേഷമല്ല. ഇത് ഗ്രാമം വിട്ട് പട്ടണത്തിലോട്ട് മാറുന്ന സുവിശേഷമല്ല. ഈ മഹത്വമുള്ള സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ, നരകത്തെ, കവാടത്തെ ലക്ഷ്യമാക്കി നടന്ന ഞാൻ, കുറ്റം വിധിക്കപ്പെട്ട ഞാൻ, ക്രോധത്തിന്റെ ഇരയായി നിന്ന ഞാൻ, എന്നെ ദൈവത്തോട് നിരപ്പിക്കാൻ വേണ്ടി തന്റെ ഏകജാതനായ പുത്രൻ ഇറങ്ങി വന്ന് എനിക്ക് പകരമായി മരണമെടുത്ത് അതിലൂടെ, ആ നിർദോഷമായ ത്യാഗത്തിലൂടെ എന്നെ നിരപ്പിച്ച ആ മഹത്വമുള്ള സുവിശേഷം. ഇത് പ്രസംഗിക്കാനാണ് അന്ത്യകാലഘട്ടത്തിൽ ആൾക്കാരില്ലാതെ പോകുന്നതും പരീക്ഷണം നേരിടുന്നത് അവിടെയാണ്. അപ്പൊ പ്രസംഗകരിവിടെ ഉണ്ട്, കേൾക്കുന്നവരിവിടെ ഉണ്ട്. കേൾക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ കേൾക്കുന്ന പ്രസംഗമെല്ലാം നമ്മൾ ഒന്ന് അവലോകനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ ചിന്തിക്കും, നമ്മളാരാ വിധിക്കാൻ, എല്ലാം വചനമല്ലേ പറയുന്നേ, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, 4:1 അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത്, ന്യായവിസ്താരത്തിൽ നിൽക്കുന്ന ആ അനുഭവം കേൾക്കുമ്പോൾ അതിന് ഉതകുന്നതാണോ ഈ കേൾക്കുന്നത്? ആ പ്രത്യക്ഷതയുടെ കാര്യമാണോ ഈ കേൾക്കുന്നത്? ആ രാജ്യത്തിന്റെ കാര്യമാണോ ഈ കേൾക്കുന്നത്? അതോ ഒന്നും പറ്റത്തില്ല, ഇവിടെ അങ്ങ് ജീവിക്കാം, എന്നേക്കും ഇവിടെ അങ്ങ് ജീവിക്കാം, ഇന്നുള്ളതിൽ നിന്ന് 31 ഡിസംബറിന് മുമ്പ് ഒരു കാലാവധി വെച്ചിരിക്കുന്നു, ഒരു ബ്രാക്കറ്റ് പീരീഡ് വെച്ചിരിക്കുന്നു, ഇതെല്ലാം ഇവിടെ ഇളക്കി മറിച്ച് ഒരു സന്തോഷം തോന്നുന്ന രീതിയിലുള്ളതിനെ പൗലോസ് പറയാ, ഇന്നല്ല അന്നും അതിൻ്റെ പരീക്ഷണമുണ്ട്. തിമോത്തിയോസ് ഒരു വക്കിൽ വന്ന് നിൽക്കുക. പൗലോസ് പറഞ്ഞത് പത്യോപദേശമാണ്, നിത്യതയുടെ കാര്യമാണ്, ശുദ്ധി ചെയ്യുന്ന, മാലിന്യം മാറ്റുന്ന സൗണ്ട് ഡോക്ടറിനാ പറഞ്ഞത്. പൗലോസ് ഇനി ഇല്ല, പക്ഷെ പൗലോസ് പറയുന്നത്, ഞാനില്ലെങ്കിലും നിന്നെ സ്വർഗം കാണുന്നു, ദൈവം നിന്നെ കാണുന്നു, നീ പ്രത്യക്ഷതയിൽ നിൽക്കേണ്ടവനാണ്, നീ ആ പരിജ്ഞാനത്തിൽ, ലഭിച്ച പരിജ്ഞാനത്തിൽ നിൽക്കണം. കാരണം ശുശ്രൂഷകനായ തിമോത്തിയോസെ, നിന്റെ വർക്കിനെ എല്ലാം ആരാ ശോധന ചെയ്തേ? പൗലോസ് അല്ല ശോധന ചെയ്യുന്നത്. പൗലോസാണ് ചിലപ്പോ നിജപുത്രൻ എന്നും പ്രിയപുത്രൻ എന്നൊക്കെ വിളിച്ചില്ലേ, ഇരിക്കട്ടെ, ഒരു ഗ്രേസ് മാർക്ക്. പഠിപ്പിക്കുന്നവർക്കറിയാം, പ്രിയ വാത്സല്യ സ്റ്റുഡൻസിന്റെ മാർക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു 1/2 മാർക്കൊക്കെ പോട്ടെ, കാരണം വേറെ പല കാര്യങ്ങളിൽ സ്ട്രെങ്ത് ആൾക്കുണ്ട്, ക്യാരക്ടർ ആൾക്കുണ്ട്, ഒരു 1/2 മാർക്ക് കുഴപ്പമില്ല, പ്രിയ സ്റ്റുഡൻസ്. പക്ഷെ ഇവിടെ പ്രിയ സ്റ്റുഡൻസ് പ്രിയ മാർക്ക് ഇടാൻ നിജപുത്രനെന്നും പ്രിയപുത്രനെന്നും വിളിച്ചെങ്കിലും ആ ദിവസം ഇട്ടുകൊടുക്കാൻ ഒക്കത്തില്ല. ഫയർ വിൽ ടെസ്റ്റ് ദ ക്വാളിറ്റി എന്നാ പൗലോസ് പറയുന്നത്. പൗലോസ് അല്ല തിമോത്തിയോസിന്റെ ശുശ്രൂഷയ്ക്ക് മാർക്കിടാൻ പോകുന്നത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മാർക്കിടാൻ പോകുന്നത് ഈ സഭയിലെ ഒരു വ്യക്തിയല്ല. നമ്മുടെ സുവിശേഷീകരണത്തിന്റെ മാർക്കിടാൻ പോകുന്നത് നമ്മളെ കണ്ടു നിൽക്കുന്ന വിശ്വാസികളല്ല. അവരുടെ എല്ലാം ലിസ്റ്റിൽ 10-ൽ 10 വാങ്ങിച്ചിട്ട് ദൈവത്തിന്റെ ലിസ്റ്റിൽ 10-ൽ മുട്ട വാങ്ങിക്കാം. കാരണം ഉദ്ദേശം ശരിയല്ലായിരുന്നു. മോട്ടീവ്സിനെ നോക്കുന്ന ദൈവം. ഫയർ വിൽ ടെസ്റ്റ് ദ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിന്റെ സ്വഭാവത്തെ ആ ദിവസം, ന്യായവിസ്താര ദിവസം നോക്കുന്നത്. തീ എന്ന് പറഞ്ഞാൽ അഗ്നിജ്വാലയുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്കണമെങ്കിൽ ചീപ്പ് മെറ്റീരിയൽസ് കൊണ്ട് പണിഞ്ഞാൽ നിൽക്കാൻ ഒക്കത്തില്ല. വചനം സംസാരിക്കാം. അടുത്ത എന്താ പറയുന്നത്? 2ാമത്തെ കാര്യം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക. ഈ ഒരുങ്ങി നിൽപ്പ് എന്തിനെ കുറിച്ചാ?
4:1 ഓൾറെഡി പറഞ്ഞു, പ്രത്യക്ഷത വരുന്നു. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതായിട്ട് പോകുന്ന സമയം. സാമ്പത്തികം ഒന്ന് സെറ്റിലായി, ശാരീരിക സർജറി കഴിഞ്ഞ് എല്ലാം ഒന്ന് ശരിയായി. പിന്നെ മനസ്സിൽ കൂടിക്കേറാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലെഥാർജി, ഒരു പാസീവ് നിസ്സംഗത. ഒന്നിനോട് ഒരു തീഷ്ണത ഇല്ലാത്ത ഒരു സൈഡിൽ നിന്ന് ഒക്കുമ്പോ ഒക്കെ പോവാ, പ്രാർത്ഥനയ്ക്ക് ഒക്കുന്ന പോലൊക്കെ ചെയ്യുക. സമയത്തിലും അസമയത്തിലും എന്ന് പറഞ്ഞാൽ, അസമയം എന്ന് പറയുന്നത് ആ സമൃദ്ധിയുടെ സമയമാണ്. അത് അസമയമാണ്. ഒരു രീതി പറഞ്ഞാൽ ഒന്നും ഒരു തീഷ്ണതയില്ല. സമയം ദൈവം എന്തിനേലും തൊടട്ടെ, ഒന്നുകിൽ ആരോഗ്യത്തെ തൊടട്ടെ, സമ്പത്തിനെ തൊടട്ടെ, അത് സമയമാണ്. പിന്നെ ഭയങ്കര ആക്റ്റീവാണ് ആള്. ഇല്ലാത്ത ദിവസം വേണേ ചർച്ച് ഹോൾ തുറന്ന് പ്രാർത്ഥിക്കാൻ വരും. സമയം സമയം ദൈവത്തിന്റെ പരിശോധനയിൽ നല്ലൊരു സമയം. അസമയം എന്ന് പറഞ്ഞാൽ അതൊന്നും തോന്നുന്നില്ല, പ്രാർത്ഥിക്കാനും തോന്നില്ല, ഉപവസിക്കാൻ തോന്നില്ല. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത് ഈ 2-ാം വാക്യത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ വചനം പ്രസംഗിക്കാനും ഒരസമയം ഉണ്ടാകും. ഇന്ന് നമ്മളായിരിക്കുന്ന ഒരു അസമയത്തിലാണ്. യഥാർത്ഥ പത്യോപദേശം കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. പത്യോപദേശത്തിന്റെ കാര്യം പറ, ഇങ്ങനെ ഒരു കോട്ടുവ വിട്ട് നമ്മൾ ഇങ്ങോട്ട് കാണിക്കും. വേണ്ട, നിർത്ത്. അസമയം. ഓഡിയൻസിന് വേണ്ടിയതെല്ലാം കഥകൾ, നല്ല ശതമാനത്തിനും വേണ്ടിയത് കഥകൾ. അതിൽ കേട്ട് കർണരസകരമായതിൽ രസിക്കാനുള്ള ആ ഒരു കാർണൽ മെന്റാലിറ്റി. അതാ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന, വചനം പ്രസംഗിക്കണം. 2-ാമത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ, അസമയമാണ് എന്ന് നിനക്ക് തോന്നിയാലും, എൻ്റെ വചനമൊന്നും ആർക്കും വേണ്ട എന്ന് തോന്നിയാലും, അതിന്റെ നടുവിൽ സന്ദേശം മാറ്റരുത്. പ്രത്യക്ഷതയെക്കുറിച്ചും പത്യോപദേശത്തെക്കുറിച്ചും ന്യായവിസ്താരത്തെക്കുറിച്ചും ജീവനുള്ളതിനെയും മരണത്തെയും ന്യായം വിധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള സദ്വർത്തമാനം നീ പ്രസംഗിക്കണം. ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് സഭയിലെ വാത്സല്യ ദൈവജനമേ, പത്യോപദേശം കേട്ട് 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 അതിൽ മടുത്തു പോകരുതേ. ഓ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകരുതേ. നമ്മളെ തന്നെ ഒരുങ്ങി നിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പത്യോപദേശം. മത്തായിയുടെ സുവിശേഷത്തിൽ ഓർമ്മയില്ലേ, ആ കന്യകമാരുടെ ചരിത്രവും അതിനു മുമ്പുള്ള ഉപമയും? ഒരുങ്ങാൻ ഒത്തില്ല. മണവാളന്റെ വിരവിനായി, ആ കാലൊച്ചയ്ക്കായി ഒരുങ്ങാൻ ഒത്തില്ല. നമ്മുടെ പേഴ്സണൽ പ്രേയറിലും പബ്ലിക് പ്രേയറിലും ലൈഫ് സ്റ്റൈലിലും ആ യേശുവിൻ്റെ പ്രത്യക്ഷത മുമ്പിൽ കാണുന്ന ആ ഒരു ഒരുക്കം നമ്മളിൽ അത്യാവശ്യമാണ്. അടുത്തായി 3 കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പൗലോസ് തിമോഥെയോസിനോട് പറയാ, നീ വേല തികയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ തികയ്ക്കണം? വചനം പ്രസംഗിച്ചുകൊണ്ട് നീ തികയ്ക്കണം, ഒരുങ്ങി നിന്നുകൊണ്ട് നീ തികയ്ക്കണം. അടുത്തായി 3 കാര്യങ്ങളാണ് പറയുന്നത്. ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇപ്പൊ ഞാനത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ തിമോഥെയോസിനെ കുറിച്ച് കേൾവിയുള്ള ഒരു കാര്യമാണ്. ഹി ഈസ് വെരി ഷൈ. തിമോഥെയോസ് ഭയങ്കര ഒരു പേടിയും ലജ്ജയും. 1 കൊരിന്ത്യർ ലേഖനം 16-ാമത്തെ അധ്യായം 10-11 വാക്യത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഒത്തിരി ഭയമുള്ള, പേടിയുള്ള, ഒരുപക്ഷെ പൗലോസിന്റെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടായിരിക്കാം വലിയ ഒരു അപ്പോസ്തലന്റെ കൂടെ ചെറുപ്പക്കാരനായ തിമോഥെയോസ് ശുശ്രൂഷിക്കുക. അപ്പൊ തിമോഥെയോസിന് എപ്പോഴും ഭയമാ. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നുണ്ട്, ആ കൊരിന്തിൽ പോകണം, എനിക്കിപ്പോ പോകാനൊക്കത്തില്ല, യു ഹാവ് ടു ഗോ. ആ സമയത്ത് തിമോഥെയോസിനോട്, അയ്യോ ഞാൻ പോകണോ, വേറെ ആരെല്ലാം വിട്ടാ പോരെ, ഞാൻ ഇങ്ങനെയുള്ള ആളാണ് തിമോഥെയോസ്. ആ തിമോഥെയോസിനോട് പൗലോസ് പറയുന്ന കാര്യമാ, നീ എന്തോ ചെയ്യണം? ശാസിക്കണം, തർജ്ജനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. പേഴ്സണാലിറ്റിക്ക് ചേരുന്നതാണോ അത്? തിമോഥെയോസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 3-ാമത്തെ കാര്യം പ്രതീക്ഷിക്കത്തുള്ളൂ, എൻകറേജ്. തിമോഥെയോസ് വളരെ ശാന്തമായിട്ട് എല്ലാവരുടെയും കണ്ണുനീരൊപ്പുന്ന ദൈവം. ഇതിന്റെ നടുവിൽ എങ്ങനെ ശാസിക്കും? ഇതിന്റെ നടുവിൽ എങ്ങനെ തർജ്ജനം ചെയ്യും? അത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. ഒന്നിനെക്കാട്ടിൽ തീവ്രമേറിയ വാക്കാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, യഥാർത്ഥ വചനത്തിൽ നടക്കേണ്ടത് 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടില്ലേ, എല്ലാ തിരുവെഴുത്തും ദൈവശാസികമാണ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്തിനു വേണ്ടിയാ ഈ തിരുവചനം? തിരുവചനം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും. എന്ന് പറഞ്ഞാൽ, തിമോത്തി, forget about becoming a audience seeking pastor. ഒരു പെർഫോമൻസ് ട്രാപ്പിൽ വരാതെ, ആള് സഭയിൽ കുറയുന്നത് കൊണ്ട് മൃദുലത പാലിക്കാതെ, ആള് സഭയിൽ കുറഞ്ഞു വന്നാലും
ആൾക്കാർക്ക് വേണ്ടിയതല്ല നീ വിളമ്പുന്നതെങ്കിലും, നിന്റെ പേഴ്സണാലിറ്റിക്ക് ചേർന്നതല്ല എങ്കിലും, നീ ഭയങ്കര മൃദുത്വമുള്ള ശാന്തശീലനാണെങ്കിലും, വചനത്തിന്റെ കാര്യം വരുമ്പോ ശാസനം ചെയ്യാൻ, തർജ്ജനം ചെയ്യാൻ നീ മടിക്കരുത്. അപ്പൊ ഞാൻ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ഒരു പ്രത്യേക എംപവർമെന്റ് തിമോത്തിയോസിന് ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരുടെ പേഴ്സണാലിറ്റി നിങ്ങളിൽ തന്നെ നോക്കുമ്പോ, അയ്യോ ഞാനോ ഈ ഞാനോ എല്ലാം മാറും. എപ്പോഴാണെന്നറിയാമോ? പരിശുദ്ധാത്മ ശക്തി ഒരാളുടെ മേൽ വന്നാൽ, ആ നിഴൽ പോലെ തട്ടുന്ന ആത്മസാന്നിധ്യം നമ്മുടെ മേൽ വന്നാൽ, ഒരു അധികാരം, ദൈവത്തിന്റെ വചനം സംസാരിക്കാനുള്ള ഒരു നിയോഗം, അധികാരം, തർജ്ജനം ചെയ്യാനുള്ള, ശാസിക്കാനുള്ള ഒരു അതോറിറ്റി ദൈവം നമുക്ക് നൽകും. സമയക്കുറവുണ്ട്, അടുത്തതിലേക്ക് ഞാൻ പോകട്ടെ. അടുത്ത പറയുന്നത് എന്താണെന്നറിയാം? 5 കാര്യങ്ങൾ ഇപ്പൊ ഇതിനോടകം നമ്മൾ കണ്ടു. ആ 2-3 വാക്യത്തിൽ നിന്നും വചനം പ്രസംഗിക്കണം, ഒരുങ്ങി നിൽക്കണം, തർജ്ജനം ചെയ്യണം, ശാസനം ചെയ്യണം, എൻകറേജ് ചെയ്യണം. 5 കാര്യങ്ങൾ. ഇനി 4 കാര്യങ്ങളുണ്ട്. അതിനകത്തെ 4ാമത്തെ കാര്യമാണ് നിറപടിയായി നിവർത്തിക്കണം എന്നുള്ളത്. 9 കാര്യങ്ങളാണ് മൊത്തത്തിൽ. 6ാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. എന്തുവാ ഈ നിർമ്മതൻ എന്ന് പറഞ്ഞാൽ? അതൊരു മെഡിക്കൽ രീതിയിലുള്ള പ്രയോഗമാണ്. മെഡിക്കൽ സയൻസ് പഠിച്ചവർക്ക് മൂലപദം നോക്കിയാൽ നല്ലോണം മനസ്സിലാവും. ഓഹോ, നിർമ്മതൻ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സൈക്കോളജിയും സൈക്കാട്രിയും ഒക്കെ പഠിക്കുന്നവർക്ക് കൂടുതൽ അറിയാം, വെയ്ഗ്നെസ് ഇല്ലാത്ത ക്ലിയർ മൈൻഡ്, ഫോക്കസ് ചെയ്യാൻ ഒക്കുന്ന ആ മൈൻഡ്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ് അല്ല. ഇപ്പൊ എന്തെല്ലാം രോഗങ്ങളാണ്. ചില രോഗങ്ങളുടെ പേര് പഠിക്കാൻ തന്നെ നമ്മൾ ഇരുന്ന് പഠിക്കേണ്ടി വരും. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാം. പക്ഷെ ഒത്തിരി വേറെ കാര്യങ്ങളുണ്ട്. മനുഷ്യർക്ക് ഫോക്കസ് ചെയ്യാനൊക്കുന്നില്ല, ചിന്തിക്കാനൊക്കുന്നില്ല, പല കാര്യങ്ങൾ ശുശ്രൂഷയിൽ ഉണ്ടാകാം, ക്രിസ്ത്യൻ ലൈഫിലുണ്ടാകാം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷേ ഒന്ന് ദൈവകാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കുന്നില്ല. അതാ നിർമ്മതനായിരിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് എന്തെന്ന് ചോദിച്ചാൽ ഇൻസെയിൻ മൈൻഡ്, വെയ്ഗ് മൈൻഡ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷെ യേശുവിന്റെ രൂപം അതല്ല എന്നെ സന്തോഷിപ്പിക്കുന്നത്. ആത്മമണവാളന്റെ പ്രത്യക്ഷതയും ആ ന്യായവിസ്താരവും ഒന്നും അല്ല എൻ്റെ കണ്ണിന്റെ മുമ്പിൽ. എൻ്റെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്നത് മഞ്ഞും കൊടിയും. മഞ്ഞും കൊടിയും എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളുടെ പ്രാർത്ഥിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ്. ഒരു കൊടി കാണുന്നു. അപ്പൊ ഇനി ആ കൊടി ഇനി മനസ്സിലാക്കണം, അത് ഓസ്ട്രേലിയയുടെ കൊടിയാണോ കാനഡയുടെ കൊടിയാണോ? കൊടി കണ്ട്, ബ്രിഡ്ജ് കണ്ട്, മഞ്ഞ് കണ്ട് എല്ലാവരും ആശയക്കുഴപ്പത്തിലാണ്. നിർമ്മതൻ എന്ന് പറഞ്ഞാൽ എവിടെ ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ഫോക്കസ്. എവിടെ ജീവിച്ചാലും എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, സ്വാർത്ഥനായി എനിക്ക് ജീവിക്കണ്ട. ആ അർത്ഥം പൗലോസ് തീമോത്തിയോസിനോട് പറയാ, നീ മിനിസ്ട്രി ആക്കിയാ ചെയ്യുന്നത് ശരിയാ, എൻ്റെ കൂടെ ശുശ്രൂഷയും ചെയ്തിട്ടുണ്ട് ശരിയാ, പക്ഷേ നീ നിർമ്മതനായിരിക്കണം. കാരണം നിന്നെ വാച്ച് ചെയ്യുന്നത് ഇനി ഞാനല്ല, നിന്നെ വാച്ച് ചെയ്യുന്നത് ദൈവമാണ്, നിന്നെ വാച്ച് ചെയ്യുന്നത് യേശുവാണ്. പ്രത്യക്ഷത വരുന്നു, ന്യായവിസ്താരം വരുന്നു, രാജ്യം വരുന്നു. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നീ നിർമ്മതനായിരിക്കണം. യുവർ ഐസൈറ്റ് must be pure, your focus should be straight on. എന്നിട്ട് പറയുന്നത് കേൾക്കണേ. അടുത്തത് 7ാമത്തെ കാര്യം, 8ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 7ാമത്തെ കാര്യം പറയുന്നത് endure hardship, കഷ്ടം സഹിക്കുക. ഈ കഷ്ടം എന്ത് കഷ്ടമാണ്? മഴ നനഞ്ഞു, പനി വന്നു, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, വയറിന് പ്രശ്നമുണ്ടായി, കഷ്ടം സഹിക്കുക. ആ കഷ്ടമല്ല ഇത്. അത് എല്ലാവർക്കുമുള്ള കഷ്ടമാണ്. ഫോളൻ വേൾഡിൽ ജീവിക്കുമ്പോൾ റിഡംഷൻ കിട്ടാത്ത ഗ്ലോറിഫൈഡ് ബോഡി അല്ല ഇത്. നമ്മൾ ശരീരം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇനി ശ്രദ്ധിച്ചാൽ പോലും പ്രയാസങ്ങൾ വരാം. ഇവിടെ പറയുന്ന കഷ്ടം യേശു നിമിത്തമുള്ള കഷ്ടം. വീട്ടിലിരിക്കുന്നവർക്ക് ആ പ്രശ്നം വരത്തില്ല. സുവിശേഷം പറയാൻ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പ്രശ്നം വരും.
ഏറ്റവും സ്നേഹിച്ചിരുന്ന അയൽവക്കക്കാർ വരെ പറയും, ഇതിനാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണ്ട. കവലയ്ക്ക് നിന്ന് പ്രസംഗിക്ക്, അപ്പോൾ കാണാം മനുഷ്യരുടെ ഫേസ് മാറുന്നത്, രീതികൾ മാറാൻ പോകുന്നത്. അത് ഭയങ്കര ഹ്യൂമിലിയേറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അങ്ങോട്ടൊരു ട്രാക്റ്റ് കൊടുത്തു, ട്രാക്റ്റ് വാങ്ങിച്ചു, നമ്മുടെ മുമ്പിൽ വെച്ച് ചുരുട്ടി ഒരു ഏറ് കൊടുക്കുമ്പം ഒരു തറയ്ക്കും. ചിലപ്പോൾ എൻ്റെ വൈഫിന് ഒരിക്കലുണ്ടായതുപോലെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്ത് ട്രാക്റ്റ് കൊടുക്കുക. അപ്പോൾ എടുത്ത് ഒരാൾ വാങ്ങിച്ച്, നീ എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് എന്നോട് സുവിശേഷം പറയാറായോ എന്ന് ചോദിച്ചിട്ട് കളഞ്ഞു. അപ്പം അതെല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഈഗോയും എല്ലാം അങ്ങ് പോകും. പിന്നെ അടുത്ത ആളോട് പിന്നെയും പോയി കൊടുക്കാൻ ഒരു വിനയവും പ്രത്യക്ഷതയും നമ്മുടെ കൺമുമ്പിൽ വേണം. ഇതിങ്ങനെ സംഭവിച്ചു, ആള് എന്നെ എതിർത്തു, അപമാനിച്ചു, എന്നാലും ന്യായവിസ്താരം വരുന്നു, പ്രത്യക്ഷത വരുന്നു, രാജ്യം വരുന്നു. ഐ വിൽ ഡു ഇറ്റ് അഗെയിൻ. ഇപ്പൊ ഒന്നും വേണ്ട, ഈ ഓൺലൈൻ എന്നുള്ള ഒരു കാര്യം മതി. കമന്റുകൾ എഴുതി വിടാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇപ്പൊ ജോ തോമസ് എന്നുള്ള പേരിൽ ആണ് എൻ്റെ ഇമെയിൽ ഐ ഡി എങ്കിൽ എനിക്കത് എന്തെല്ലാം പേര് വേണേ മാറ്റാം. എനിക്ക് ജോ തോമസ് എന്നുള്ള ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് എല്ലാം നമ്മുടെ അങ്ങോട്ട് കമ്പ്യൂട്ടർ അല്ലെ ഫോൺ എടുത്ത് വെച്ച് ജോ തോമസ് എന്നുള്ളത് ഗ്ലോറി എന്നാക്കാം. അപ്പോൾ ആർക്കും എന്നെ അറിയത്തില്ല ആരാ കമന്റ് പറയുന്നത്. ആ ഗ്ലോറി എന്നുള്ള അക്കൗണ്ടിലൂടെ എന്തെല്ലാം അടിച്ചു വിടാൻ വേണേ. ഇദ്ദേഹമാണോ പ്രസംഗിക്കുന്നത്, ഇങ്ങേരാണോ പ്രസംഗിക്കുന്നത്, ഇങ്ങേരെ എനിക്കറിയാം, ചുമ്മാ പറയാം എന്തേലും. അപ്പൊ ഇതിന്റെ നടുവിൽ പിന്നെയും വന്ന് പ്രസംഗിക്കണമെങ്കിൽ യു ആർ എൻഡ്യൂറിങ്. ഇല്ലാത്ത അപവാദം പറയുമ്പോഴും, പരിഹസിക്കാൻ നോക്കുമ്പോഴും, ഇല്ലായ്മ ചെയ്യാൻ നോക്കുമ്പോഴും ഒന്നുമില്ല, ഒന്നും കാണത്തില്ല, പറഞ്ഞു വരുന്നതിനകത്തൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം ചിലതൊക്കെ. എന്തോ അറിയാം? ഒന്നുമില്ല. കേൾക്കുന്നവർക്കൊരു ആശയക്കുഴപ്പമുണ്ടോ? എന്തായാലും ഇനി ഉണ്ടോ? അടുത്ത ശ്രദ്ധിക്കണേ. അടുത്തത് 8ാമത്തെ കാര്യം. ഇങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാൻ ഒക്കത്തുള്ളൂ. അടുത്തത് പറയുന്നത് ഇങ്ങനെയാ, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. അതാ 8ാമത്തെ കാര്യം. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ലേഖനം എഴുതുന്ന സമയത്ത് തിമത്തിയോസ് എവിടത്തെ പാസ്റ്ററാ? ഏതെങ്കിലും ഒരു എഫെസോസിലെ ഒരു സെറ്റിൽഡ് പാസ്റ്ററാണ്. 1 തിമത്തിയോസ് 1 നീ എഫെസസിൽ പാർക്കുക. സെറ്റിൽഡ് പാസ്റ്ററാ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ട്, അവരുടെ ആത്മീക, ഭൗതിക, ശാരീരിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് പ്രാർത്ഥിച്ച് പണിഞ്ഞ് അങ്ങ് പോയാൽ മതി. പക്ഷെ ആ വ്യക്തിയോടാണ് പൗലോസ് പറയുന്നത്, യെസ് യു ആർ എ പാസ്റ്റർ. അല്ലെങ്കിൽ ആ കുടുംബമൊക്കെ ഒന്ന് സെറ്റിലായി, പക്ഷേ എന്തോ മറക്കരുത്, സുവിശേഷകന്റെ പ്രവൃത്തി നീ ചെയ്യുക. ഒരാൾക്കോ 2 പേർക്കോ മാത്രമുള്ള കാര്യമല്ല. സ്കൂളും കോളേജും മുതൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചത് നിവർത്തിക്കണമെങ്കിൽ വചനം പ്രസംഗിക്കണം, ഒരുങ്ങി നിൽക്കണം, ശാസന, തർജനം, പ്രബോധനം, അത് നമ്മൾ ഒന്നി അതിന് വിധേയപ്പെടണം, അല്ലെ ആ ശുശ്രൂഷ ഏറ്റെടുക്കണം, നിർമ്മതനായിട്ടിരിക്കണം, കഷ്ടം സഹിക്കണം, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം. എന്നിട്ട് അവസാനമായി പറയുക, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കണം. ഒരു നിമിഷം കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാവോ എല്ലാവരും? ഈ കേട്ടതിന്റെ വെളിച്ചത്തിൽ, കർത്താവേ, എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രത്യക്ഷത മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിപ്പാൻ, അങ്ങയുടെ രാജ്യം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിപ്പാൻ, ദൈവത്തിന്റെയും യേശുവിന്റെയും മുമ്പിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നും ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധ്യവും ഞങ്ങളെ ഭരിച്ചുകൊണ്ട് ഈ പ്രവാസകാലം ഭയത്തോടെ കഴിച്ച് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറപടിയായി പൂർത്തീകരിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ദൗത്യ നിർവഹണത്തിൽ പുറമോട്ട് മാറി ആരെങ്കിലും കർത്താവേ ഈ പകൽക്കാലം ഇവിടെ ഉണ്ടെങ്കിൽ
ഒരിക്കൽ സുവിശേഷം പറഞ്ഞ അധരമാണ്, ഒരിക്കൽ ട്രാക്റ്റ് കൊടുത്തയാളാണ്. എന്നാൽ അതിൽ നിന്നും പുറമോട്ട് മാറിപ്പോയെങ്കിൽ ഇന്നത്തെ ദിവസം പകലിൽ കർത്താവ് ഹൃദയങ്ങളെ ഒന്ന് ഉണർത്തണമേ. സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ, ആത്മീക പോരാട്ടത്തിൽ വർദ്ധിച്ചു വരുവാൻ, സഭയോടുള്ള ബന്ധത്തിലും ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലും അധികമായി പ്രയോജനപ്പെടുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. കർത്താവ് ഞങ്ങളിലൂടെ മഹത്വപ്പെടണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.